തൃശ്ശൂർ വോട്ടറായ എൻ്റെ ഒരു സുഹൃത്ത് ഗ്രാജുവേറ്റാണ്, സർക്കാർ എംപ്ലോയി ആണ്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു എന്താണ് ഒരു ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ടല്ല അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം 5 വർഷമായിട്ട് അവിടെ സ്ഥാനാർത്ഥിയാണ്. മുരളീധരൻ വന്നത് ഏറ്റവും അവസാന നിമിഷമാണ്. സുനിൽകുമാർ വന്നത് പ്രഖ്യാപനത്തിന് ശേഷമാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി, 5 വർഷമല്ല അതിന് മുമ്പുള്ള വർഷം മുതലേ അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നുള്ള ഇമേജ് BJP-യിൽ ചേർന്നതിന് ശേഷം ഇല്ലാതായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഇമേജ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. അദ്ദേഹം ഓർമ്മയുണ്ടാവും, സാറിന് ഓർമ്മയുണ്ടാവും, ഒരു ബെൻസി എന്ന പേരുള്ള HIV ബാധിതരായ 2 കുട്ടികൾ. ആ കുട്ടികളുടെ കാര്യത്തിൽ സുരേഷ് ഗോപി എടുത്തൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അത് ഒരു മനുഷ്യസ്നേഹിയായ ഒരു സിനിമ നടൻ എന്നൊരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളം മൊത്തത്തിൽ അദ്ദേഹത്തിനുണ്ട്. തൃശ്ശൂരിൽ ആ ഇമേജ് അദ്ദേഹം കളഞ്ഞു കുളിച്ചിട്ടില്ല. എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായാലും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം അദ്ദേഹം അവസരമാക്കി മാറ്റുകയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട നെഗറ്റിവിറ്റി വന്ന എല്ലാ സന്ദർഭങ്ങളും പോസിറ്റീവ് ആക്കി മാറ്റി എന്നുള്ളത്. പക്ഷെ അത് മാത്രമാണോ ദാവൂദ്? അത് മാത്രം കൊണ്ട് ഇത്ര ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, പിന്നെ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി വോട്ടിലേക്ക് പോകുക, ഒരു വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്കിൽ നിന്ന് സുരേഷ് ഗോപിക്ക് വോട്ടുകൾ വന്നത്? ഞാൻ ചോദിക്കുന്നത് ക്രൈസ്തവ സഭയിൽ നിന്നുള്ള വോട്ടുകൾ തന്നെയാണ്. തീർച്ചയായും അത് പല ഘടകങ്ങളായാലും ഒരു ഘടകം അജിംസ് പറഞ്ഞു, 5 വർഷമായി ഒരു മനുഷ്യൻ അവിടുന്ന്, 5 വർഷമല്ല 10 വർഷമായി ഒരു മനുഷ്യൻ അവിടുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, മരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാളോട് ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു, എത്ര കാലമായി ഒരു വോട്ട് കൊടുത്തേക്കാം. ആ നിലക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം BJP-യുടെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ അവിടെ പോയി പ്രസംഗിക്കുന്നത്. അദ്ദേഹം വളരെ പേഴ്സണലായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് നേമത്ത് O രാജഗോപാൽ ജയിച്ച ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പൊതുവെ പറയപ്പെട്ട ഒരു വിശകലനം ഉണ്ടല്ലോ, രാജേട്ടൻ ഇനി മത്സരിക്കാനുണ്ടാവില്ല, കുറേ കാലമായില്ല, അദ്ദേഹം വോട്ട് ചോദിച്ചു വരും, ഇത്തവണ കൊടുത്തേക്കാം എന്നൊരു നിഗമനത്തിൽ ആളുകൾ സോഫ്റ്റ് കോർണർ അത് നിലനിർത്താൻ പറ്റിയില്ലല്ലോ. BJP-ക്ക് ആ മണ്ഡലം നിലനിർത്താൻ പറ്റിയില്ലല്ലോ. അപ്പോൾ രാജേട്ടന് കിട്ടിയ ഒരു വോട്ടായിരുന്നത്. ആ നിലക്ക് സുരേഷ് ഗോപിക്ക് കിട്ടിയ വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളാണ് ഒന്നാമത്തെ ഘടകം. BJP-യുടെ രാഷ്ട്രീയത്തിന് കിട്ടിയ വോട്ടല്ല. നോക്കൂ, ഇതേ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണല്ലോ ചാലക്കുടി മണ്ഡലം. ചാലക്കുടിയിൽ BJP 4ാം സ്ഥാനത്താണ്. അവിടെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന 2020 ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ BJP-യുടെ ഒന്നും അവിടെ പ്രവർത്തിച്ചില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അധ്വാനം, വ്യക്തിപരമായിട്ടുള്ള അപ്പീൽ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാവിധം ഉപയോഗപ്പെടുത്തുന്നതിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുമെന്ന് പ്രചരിപ്പിച്ച് നാട്ടുകാർ. പക്ഷെ പുള്ളി പറഞ്ഞു വന്നു, ഞാൻ 5 മന്ത്രിമാരെ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മോഡിയോട് പറഞ്ഞിട്ട് ശരിയാക്കി, എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 മന്ത്രിമാരെ ഞാൻ മോഡിജിയോട് പറഞ്ഞിട്ട് എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അതിനെ കണ്ടാൽ മതി. പക്ഷേ ഇതിലുള്ള രാഷ്ട്രീയമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കൂടെയാണ് ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്ത് നിന്ന് സോഫ്റ്റ് അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് സാധാരണഗതിയിൽ വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നിശ്ചിത ശതമാനം വോട്ട് സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ ഭാവി എന്താണെന്ന് വെച്ചാൽ, ഇത് BJP-ക്ക് ഇതിലൂടെ ലഭിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലൊരു വിന്നബിൾ പാർട്ടിയാണ് എന്നൊരു മെസ്സേജ്. അത് BJP-യെ സംബന്ധിച്ചിട്ടുള്ള ഒരു മൈൽ സ്റ്റോണാണ്. BJP-യുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, BJP-ക്ക് വോട്ട് ചെയ്യാനൊന്ന് ആഗ്രഹിക്കുകയും അതിന് വെമ്പി നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഞാനിപ്പോൾ അവന് താമരക്ക് കുത്തിയിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ച് മാറി നിന്ന ഒരു പോപ്പുലേഷൻ ഉണ്ട്. അവരൊന്ന് എൻകറേജ് ചെയ്യിക്കുക. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.